അറബിക് പ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ഡാമിയ ജാബിർ ബക്കറിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വളരെ സന്തോഷത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ചോദിക്കാം, എ ഗ്രേഡ് നേടിയ സന്തോഷത്തിലാണ്, എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ഫസ്റ്റ് ടൈം ആണോ? മൂന്നാമത്തെ പ്രാവശ്യമാണ്. എ ഗ്രേഡ് കിട്ടി. റിസൾട്ട് കിട്ടുമ്പോൾ എന്തായിരുന്നു ഒരു സന്തോഷ പ്രകടനം? ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിൽ നിന്നോ? അങ്ങനെ എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും സന്തോഷം. എത്ര വർഷമായി ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരു പരിശീലനം തുടങ്ങിയിട്ട്? പണ്ട് മുതലേ പ്രസംഗിക്കാറുണ്ട്. 7ാം ക്ലാസ്സിൽ ജില്ലയിലും പോയിട്ടുണ്ടായിരുന്നു. 10നും +1നും +2ലും ഇപ്പോൾ സംസ്ഥാനത്തേക്കും വന്നു. ഫ്രണ്ട്സൊക്കെ എന്താ പറയുക പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ? എന്താ പറയണ, അവരൊക്കെ അനുഗ്രഹിച്ചു കിട്ടും. സ്ഥലം എവിടെ നിന്നാണ്? കായക്കൊടി, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്താണ്. മോള് വീട്ടിലും പ്രസംഗമാണോ, അതോ ഈ പ്രസംഗം വീട്ടിലും കാണാറുണ്ടോ? ഇല്ല, വീട്ടിലില്ല. അറബി പ്രസംഗം എന്നൊക്കെ ഒരു ഹരായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയാണ് എല്ലാത്തിനും കാര്യത്തിന് അവളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ ഇതാണോ? എല്ലാവരും ഞങ്ങളെ ഫാമിലി തന്നെ അറബി ഭാഷ അധ്യാപകരാണ് അധികം അവർ. അവൾക്ക് ചെറുപ്പം മുതലേ അതിനോടുള്ള ഇഷ്ടമുണ്ട്. ഉണ്ട്. അപ്പം എ ഗ്രേഡ് നേടിയപ്പോൾ എന്താണ് പറയാനുള്ളത്? സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. കഴിഞ്ഞ 3 പ്രാവശ്യവും സ്റ്റേറ്റിൽ എ ഗ്രേഡാണ് മോൾക്കുള്ളത്. 10ാം ക്ലാസ്സിൽ +1 +2 മൂന്നിനും എ ഗ്രേഡ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട്. ഇപ്പോൾ +2ലാണ് മത്സരിക്കുന്നത്. അവസാനത്തെ സ്കൂൾ കലോത്സവം അവസാനത്തേതാണ്. ചെറുതായിട്ട്. അറബിക്കിൽ പിന്നെ ഉമ്മ അറബിക് അധ്യാപികയാണ്, വാപ്പ അറബിക് അധ്യാപികയായിരുന്നു, പിന്നെ വല്യപ്പ അറബിക് അധ്യാപകനാണ്. ഒരു അറബിക് കുടുംബമാണ് ഞങ്ങളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അറബിക്ക് പിന്നെ പ്രസംഗത്തിലൊക്കെ വളരെ ഉഷാറായിട്ട് തന്നെ പിന്നെ അതിൻ്റെ പെർഫോമൻസ് കാണിക്കാറുണ്ട്. അറബിക് കുടുംബമായിട്ട് തന്നെ എ ഗ്രേഡ് നേടിയിട്ടേ പോകൂ. ഉറപ്പായിട്ടും എ ഗ്രേഡ് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് വന്നത്. അത് കിട്ടിയിട്ടുണ്ട്. സന്തോഷം, വളരെ സന്തോഷമാണ്. പഠിത്തത്തിൻ്റെ കൂടെ എങ്ങനെയാണ് ഈ ഒരു പ്രാക്ടീസ് ഒക്കെ പോകുന്നത്? സ്കൂളിൽ നിന്നൊന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല, വീട്ടിൽ തന്നെയാണ്. പഠിത്തം കൊണ്ടുപോകണമല്ലോ, അതും പോകുന്നുണ്ട്. പരിശീലിപ്പിച്ചത് ആരാണ്? കൂടുതലും ഉമ്മ തന്നെയാണ്. ഉമ്മയാണ് പഠിപ്പിച്ച മോളെ ഇതൊരു എ ഗ്രേഡിൽ എത്തിച്ചത്. അപ്പൊ ഉമ്മയ്ക്ക് കുറേ അധികം പറയാനുണ്ടാവുമല്ലോ. സന്തോഷം തന്നെ. അപ്പം വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്ന ഡാമിയുടെ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നമുക്കും ഒത്തിരി സന്തോഷം. കൺഗ്രാജുലേഷൻസ് എ ഗ്രേഡ് നേടിയതിൽ. നമുക്ക് വല്യമ്മയും കൂടെ പരിചയപ്പെടാം. വല്യമ്മ പറയാം, എങ്ങനെയുണ്ട് മോക്ക് എ ഗ്രേഡ് കിട്ടിയതിൽ? വളരെ സന്തോഷം തന്നെയാണ്. കിട്ടുമെന്നും കൊണ്ട് അങ്ങനെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ തിരുവനന്തപുരം തലസ്ഥാനം എങ്ങനെയുണ്ട്? സന്തോഷം. അപ്പോൾ നമ്മൾ അവരുടെ സന്തോഷത്തോടൊപ്പം ചേരുകയാണ്. ക്യാമറമാൻ വി പത്കുമാറിനൊപ്പം അനന്യാനൽ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.